ഹലോ ആൾ ഡോട്ട് നെറ്റ് കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാറ്റഗറി ലിസ്റ്റ് പേജ് ചെയ്തു. അതിനകത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ കാറ്റഗറി ലിസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബേസിക് സ്റ്റൈൽസ് നമ്മൾ കൊടുത്തു. നമ്മൾ അതിനായിട്ട് കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ site.css ക്ലാസ്സിനകത്ത് നമുക്ക് നമ്മുടെ കാറ്റഗറി ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈലുകളും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ഫോം ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പണ്ടൊക്കെ ഒരു പ്രോഗ്രാമർ ജസ്റ്റ് നമ്മൾ കോഡിങ് മാത്രമായിരുന്നു നോക്കിയിരുന്നത്. സ്റ്റൈലിൻ്റെ ബേസിക് ഡീറ്റെയിൽ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ടാണ് നമ്മളൊരു കമ്പനിയിലേക്ക് ഹയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആള് കോഡിങ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഡിസൈനും UI-യും ഡാറ്റാബേസും എല്ലാം തന്നെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഈ വീഡിയോയിൽ നമ്മളുടെ പേജ് ഡിസൈനിൻ്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളുടെ പേജ് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പേജ് റെസ്പോൺസീവ് ആക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് ബൂട്ട്സ്ട്രാപ്പ്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ബൈ ഡീഫോൾട്ട് അത് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂവിൽ ഷെയ്ഡ് ലേഔട്ടിൽ പോവുകയാണെങ്കിൽ അതിനകത്ത് ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. ഇത് ലൈബ്രറി ബൂട്ട്സ്ട്രാപ്പ് CSSനകത്താണ് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ഉള്ളത്. നമുക്ക് ആ ക്ലാസ് ഒന്ന് നോക്കാം. ഇത് WW റൂട്ടിൽ ലൈബ്രറിയിൽ ബൂട്ട്സ്ട്രാപ്പിനകത്ത് DST ഫോൾഡർ അങ്ങനത്തെ CSSനകത്ത് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ bootstrap.min ക്ലാസ് ആണ് ഇവിടെ റെഫർ ചെയ്തേക്കുന്നത്. അതായത് bootstrap.min.cs ആണ് നമുക്കിവിടെ റെഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് റൺ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റൈലും ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ സ്റ്റൈൽസ് തന്നെയായിരിക്കും. ബേസിക് ആയിട്ട് നമുക്ക് ഈ തീം എല്ലാം വരുന്നത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ സ്റ്റൈലിൽ നിന്നാണ്. നമുക്ക് ഈ തീം മാറ്റിയിട്ട് നമുക്ക് വേറൊരു തീം വേണമെങ്കിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ തന്നെ bootswatch.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രീ തീംസ് നമുക്ക് കിട്ടും. നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ bootswatch.com ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫ്രീ തീംസ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള തീംസ് നമുക്ക് ഇവിടെ പോയി ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അല്ലെങ്കിൽ തീം നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് കുറേ അധികം തീംസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു തീംസ് ചൂസ് ചെയ്യണം. അതായത് കുറച്ച് ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലക്സ് തീം എന്ന് പറയുന്ന ഈ തീം ഞാൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്നതിന് നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡൗൺലോഡിൽ പോയിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് CSS നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എനിക്കിവിടെ ഞാൻ ഡൗൺലോഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ CS ഫയൽ നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനിത് കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ്സുമായിട്ട് ഇത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് bootstrap.css ഉണ്ട്. നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാം. ഞാൻ bootstrap.min അല്ല, ഞാൻ ഡയറക്റ്റ് bootstrap.cs ആണ് ഞാൻ റീപ്ലേസ് ചെയ്യുന്നത്. ഞാനിത് റീപ്ലേസ് ചെയ്തു. ഇനി നമുക്കൊരു ചേഞ്ച് കൂടെ ചെയ്യണം. ലേഔട്ടിനകത്ത് bootstrap.min.cs ആണ് ഞാൻ bootstrap.cssനകത്താണ് മോഡിഫൈ ചെയ്തത്. അതുകൊണ്ട് ഞാൻ bootstrap.css ഡയറക്റ്റ് നമുക്കിവിടെ. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്യാം നമുക്ക്. അപ്പം ഇതിൻ്റെ തീം ചേഞ്ച് ആയിട്ടുണ്ട്. പഴയതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് എൻ്റെ ഹെഡറും ഫൂട്ടറും എനിക്ക് കുറച്ച് ഡാർക്ക് ആക്കണം. അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റൈലിൽ പോയിട്ട് നമുക്കതെങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മളുടെ ലേഔട്ട് പേജിൻ്റെ ഹെഡറും ഫൂട്ടറുമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലേഔട്ട് പേജിൻ്റെ നാവ് ബാർ, അപ്പം അവിടെ വന്നിട്ട് നമുക്കിവിടെ 2 ക്ലാസ് ഉണ്ട്. നമുക്ക് ഈ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. പകരം നമുക്കിവിടെ BG പ്രൈമറി എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുക്കാം. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹെഡർ അത് ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോണ്ട് കുറച്ചും കൂടെ ലൈറ്റ് ആക്കണം. ഫോണ്ട് കാണാനില്ല. നമുക്ക് ഇവിടെ ഒരു ചേഞ്ചും കൂടെ ചെയ്യണം. നമുക്ക് ഒരു പ്രോപ്പർട്ടിയും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യണം. ഞാനിവിടെ DataBSTയും ഡാർക്കും കൂടെ ഞാൻ സെറ്റപ്പ് ചെയ്യുന്നു. ഇനി നമുക്കിത് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ തീം ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്.
നമുക്ക് ഇനി ഇവിടെ വേണ്ടത് നമ്മളെ ടെക്സ്റ്റ് കുറച്ചും കൂടെ ലൈറ്റ് ആക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്ന് നമ്മുടെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ വിളിച്ചിട്ടുണ്ട്. നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഈ ഡാർക്ക് എന്ന് പറയുന്ന സ്റ്റൈല് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കിനി അതൊന്ന് റൺ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റും ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഫൂട്ടറും മോഡിഫൈ ചെയ്യാം. ഫൂട്ടറിനും നമുക്ക് സെയിം ക്ലാസ് തന്നെ കൊടുക്കാം. നമുക്ക് ബി ജി പ്രൈമറി എന്ന് പറയുന്ന ക്ലാസ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് ബി ജി പ്രൈമറി എന്നുള്ള ക്ലാസ്സും അത് കൂടാതെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ഡാർക്ക് എന്ന് പറയുന്ന തീമും കൂടി നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ഇവിടെ ടെക്സ്റ്റ് ലൈറ്റ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഫൂട്ടറും കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീം ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കാറ്റഗറി പേജ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മോഡിഫൈ ചെയ്യാം. എനിക്കിവിടെ വേണ്ടത് എനിക്ക് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഹെഡിങ് വേണം. അതോടൊപ്പം തന്നെ ഇത് ലിസ്റ്റ് പേജാണ്. എനിക്ക് പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ബട്ടൺ വേണം. അപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് ഒരു ഹെഡറും കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു ബട്ടണും ആഡ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, അതായത് നമ്മളിവിടെ കുറച്ച് ക്ലാസ്സസ് ഒക്കെ ആഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇത് നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിനകത്ത് നമ്മളൊരു തീം സെലക്ട് ചെയ്തില്ലേ, അവിടെ വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടുന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹെഡറിൻ്റെയും ഫൂട്ടറിൻ്റെയൊക്കെ തീം നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കോഡ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ കോഡ് കിട്ടും. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റൈല് അപ്ഡേറ്റ് ചെയ്തത്. അത് ഞാൻ ഈ ബി ജി പ്രൈമറിയാണ് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഞാൻ ഈ തീമും കൂടെ ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ തീമിൽ വന്നിട്ട് നിങ്ങൾ പർട്ടിക്കുലർ പോർഷൻ്റെ കോഡ് നിങ്ങൾക്ക് എല്ലാ കോഡും നമുക്ക് ബട്ടൺ വേണമെങ്കിൽ ബട്ടൻ്റെ കോഡ് എല്ലാത്തിൻ്റെയും കോഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് വന്ന് കോപ്പി എടുത്തിട്ട് ആ ക്ലാസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു ഹെഡറും നമുക്കൊരു ബട്ടണും ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എനിക്ക് ഒരു റോയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോഡിനകത്ത് നമുക്ക് കാറ്റഗറി ലിസ്റ്റ് ഉള്ളത് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എല്ലിനകത്താണ്. ഇതിനകത്ത് ഓൾറെഡി കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിവിനകത്ത് നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷോ ചെയ്യുന്നു. അപ്പം ഇത് കൂടാതെ ഒരു റോയും കൂടെ വേണം. അപ്പം ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ എനിക്ക് 2 റോ വേണം. ഒരു റോയ്ക്കകത്ത് നമ്മുടെ ലിസ്റ്റ് കാണിക്കും, മറ്റേതിനകത്ത് നമ്മളുടെ ഹെഡറും ബട്ടണും കാണിക്കണം. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊരു കോമൺ ഡിവ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം ഡിവ് ക്ലാസ് ടു കണ്ടെയ്നർ ഞാനൊരു പേരന്റ് ഡിവ് ഇട്ടു. അപ്പോൾ ഈ ഡിവിനകത്തായിരിക്കും ഇനി എൻ്റെ മൊത്തം കണ്ടന്റും ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറിനകത്ത് നമുക്ക് ലിസ്റ്റ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരു ഡിവ്, അതായത് നമ്മുടെ ഹെഡർ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡിവ് കൂടെ വേണം. അപ്പോൾ ആ ഡിവ് അതിന് ഞാൻ ക്ലാസ് ഇത് ആ ഡിവിനകത്ത് നമുക്ക് 2 ഐറ്റം വേണം. ഒരു കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനും ഒരു ബട്ടണും. അപ്പോൾ അത് രണ്ടും ഒരു റോയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഞാനൊരു പാഡിങ് ടോപ്പ് ഒരു 4 ഞാൻ സെറ്റ് ചെയ്തു. ഇതെല്ലാം ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സസ് ആണ്. നമ്മൾ ഇതിനായിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും എഴുതേണ്ടതില്ല. ഇതിനകത്ത് നമ്മളുടെ ക്യാപ്ഷൻ ഞാൻ എഴുതും. അതിനൊരു ക്ലാസ് ഞാൻ ടെക്സ്റ്റ് പ്രൈമറി എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുത്തിട്ട് ഞാൻ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്ന ഹെഡിങ് ഞാൻ അവിടെ ആഡ് ചെയ്തു. ഇനി ഒരു കാര്യം ഇവിടെ ചെയ്യാനുള്ളത്, ഇതിനകത്ത് എനിക്ക് 2 ഐറ്റമാണ്. ഒരെണ്ണം കാറ്റഗറി ലിസ്റ്റും, അപ്പം അതുകൂടാതെ തന്നെ എനിക്കൊരു ബട്ടണും വേണം. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു 2 ഡിവും കൂടി ഞാൻ ആഡ് ചെയ്യാം. അപ്പം ഇത് രണ്ടും 2 ഡിവിനകത്ത് ഇടാം. ഞാൻ ഒരു ഡിവ് ഇട്ടു. അതുപോലെ തന്നെ എനിക്ക് ഒരു ഡിവ് കൂടി വേണം. ഞാൻ ആദ്യത്തെ ഡിവിനകത്ത് നമ്മുടെ കാറ്റഗറി ലിസ്റ്റ് ഇട്ടു. ഇനി നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 12 ലേഔട്ട് ആണ്. അതായത് നമ്മൾ
ടോട്ടൽ വിൻഡോയിനെ ഒരു 12 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ഡിവിൻ്റെ ആദ്യത്തെ 6 പോർഷൻ കാറ്റഗറി ലിസ്റ്റും ബാക്കിയുള്ള 6 പോർഷൻ, അതായത് പകുതി കാറ്റഗറി ലിസ്റ്റും പകുതി നമ്മളുടെ ബട്ടണും നിൽക്കത്തക്ക രീതിയിൽ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്ലാസ്സും കൂടെ കൊടുക്കാം. ക്ലാസ് നമുക്ക് എത്ര കോളമാണ് വേണ്ടത്? 6. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ബട്ടൺ ഇരിക്കുന്ന ഡിവിഷനും നമുക്ക് കോൾ 6. അപ്പോൾ ടോട്ടൽ 12 ആണ്. ഇപ്പോൾ എനിക്ക് ഒരു കാൽഭാഗം കാറ്റഗറി ലിസ്റ്റും ബാക്കി നമ്മളുടെ ബട്ടണും വരണമെങ്കിൽ ഇവിടെ നമുക്ക് 6 എന്നുള്ളത് മാറ്റി എനിക്ക് 3 കൊടുത്തിട്ട് ബാക്കി എത്ര വരും? 9 നമുക്കിവിടെ കൊടുത്താൽ മതി. ഇനി നമുക്കൊരു ബട്ടണും കൂടെ വേണം. ബട്ടൻ്റെ കോഡ് ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബട്ടൺ വേണ്ടിയിട്ട് ഞാനൊരു ആങ്കർ ടാഗാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ക്ലാസ് ഞാൻ ബട്ടൺ പ്രൈമറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ബട്ടൺ പോണക്ക് തന്നെ നമുക്ക് ഡിസ്പ്ലേ ആവും. ഇവിടെ 2 പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഇത് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറയാം ഇത് എന്തിനാണ് ഈ 2 പ്രോപ്പർട്ടി ഇട്ടേക്കുന്നതിന്. അപ്പം ബട്ടൻ്റെ പേര് ഞാൻ ക്രിയേറ്റ് എന്നാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ റൺ ചെയ്യുമ്പോൾ കാറ്റഗറി ലിസ്റ്റും അതിൻ്റെ ബട്ടണും നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ബട്ടണും ഇതും തമ്മിൽ ചേർന്ന് നിൽക്കുന്നു. ഇവിടെ കുറച്ച് സ്പേസ് വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സിനകത്ത് ഇവിടെ പാഡിങ് ടോപ്പ് കൊടുത്ത പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പാഡിങ് ബോട്ടം ഒരു 2 കൊടുക്കാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് അവിടെ കിട്ടും. ഇനി നമുക്ക് ഈ ബട്ടനകത്ത് എന്തെങ്കിലും അഡീഷണൽ ഇമേജസോ ഐക്കൺസോ ഉണ്ടെങ്കിൽ നമുക്കതും ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബട്ടൺസ് അല്ലെങ്കിൽ ഐക്കൺസ് നമുക്ക് ആഡ് ചെയ്യുന്നത് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന് തന്നെ നമുക്ക് icon.bootstrap.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും ഐക്കൺസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് icons.bootstrap.com എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മിക്കവാറും എല്ലാ ഫ്രീ ആയിട്ടുള്ള ഐക്കൺസും നമുക്കിവിടെ കാണും. ഇനി നമുക്ക് ഇത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇതിൻ്റെ CDN ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ റെഫർ ചെയ്താൽ മാത്രം മതി. CDN ലിങ്ക് ഇൻസ്റ്റാളിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ CDN ലിങ്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ CDN ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ സാധാരണ കോമൺ ആയിട്ടുള്ള URLs നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മുടെ ലേഔട്ട് പേജിലാണ്. നമുക്ക് ലേഔട്ട് പേജിൽ നമുക്ക് ആ CDN ലിങ്കും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് നമ്മളുടെ CDN ലിങ്ക് നമ്മളിവിടെ ആഡ് ചെയ്തു. ഇനി അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഇമേജ് എടുത്ത് നമുക്ക് നമ്മളുടെ പേജിൽ കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് സെർച്ച് ചെയ്യണമെങ്കിൽ എനിക്കൊരു പ്ലസ് സിമ്പൽ വേണം. അപ്പോൾ പ്ലസ് സിമ്പൽ ഞാൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ സിമ്പലിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് കിട്ടും. ആ കോഡ് എടുത്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ index.html-നകത്താണ്. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മുടെ ക്രിയേറ്റ് ബട്ടന് മുമ്പായിട്ട് നമുക്കിത് ആഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. നമുക്കിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കൊടുത്ത പ്ലസ് സിമ്പൽ നമുക്കിവിടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് സ്റ്റൈൽസ് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇടുന്നത്. നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് വാച്ചിനകത്ത് പോയി നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യും. ആ തീം നമ്മുടെ ആപ്ലിക്കേഷനിൽ റെഫർ ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ bootstrap.min.cs ആയിട്ട് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് അതിനകത്തുള്ള തീംസിനകത്ത് നമ്മുടെ ബൂട്ട്സ് വാച്ചിനകത്ത് പോയി അതിനകത്തുള്ള തീംസിലെ ക്ലാസ്സസ് കോപ്പി എടുത്ത് നമ്മുടെ പേജിൽ ഇടുക. അതുപോലെ തന്നെ ബട്ടൺസ് വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ബട്ടൺസിൻ്റെ CDN ലിങ്ക് നമ്മുടെ ലേഔട്ട് പേജിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടുന്ന ബട്ടൺസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പിനെ പറ്റി ബേസിക്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.